നമ്മുടെ ഇപ്പോൾ ജി എസ് ടി നേരെ ചർച്ചയാവുന്നു. ഒരേ സമയത്ത് അതൊരു ആപത്തായി മാറുകയും അതേസമയം നമുക്കത് പ്രയോജനപ്പെടുത്താത്ത വിധം കേന്ദ്ര സർക്കാരിൻ്റെ ഒളിച്ചുകളികൾ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ ജി എസ് ടിയിലെ പുതിയ വിശേഷം നമ്മുടെ സമൂഹമായിട്ട് എന്താണ് ധനമന്ത്രിക്ക് പങ്കുവെക്കാവുന്നത്? ജി എസ് ടിയുടെ പുതിയ റേറ്റ് പരിഷ്കാരം ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. ജി എസ് ടിയുടെ ഇതിൻ്റെ ഭാഗമായി നേരത്തെയുള്ള 4 സ്ലാബുകൾ പോയിട്ട് 2 സ്ലാബുകളായി. 28% എന്നുള്ളത് 18% കുറഞ്ഞു. 18% എന്നുള്ളതിനകത്ത് കുറേയേറെ ഐറ്റങ്ങൾ 5ലേക്ക് പോയി. 12% ഇല്ലാതായി. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് റേറ്റ് ധാരാളം കുറഞ്ഞ് ജനങ്ങൾക്ക് ഗുണം കിട്ടുമെന്നാണ് പൊതുവെ ധരിക്കുന്നത്. എന്നാൽ അത് അങ്ങനെ വരുമോ എന്നുള്ള ആശങ്കയുണ്ട്. ഇപ്പോൾ ഈ ജി എസ് ടിയുടെ ഇത് വരുമ്പോൾ 2 കാര്യങ്ങളാണ് സംസ്ഥാനം പറഞ്ഞത്. ഒന്ന്, ഈ റേറ്റ് കുറയ്ക്കുമ്പം പലപ്പോഴും കമ്പനികൾ അതിൻ്റെ ഗുണമെടുക്കും, ടാക്സ് സാധാരണക്കാർക്ക് കിട്ടില്ല. റേറ്റ് ആദ്യം ഒന്ന് കുറച്ച് കാണിച്ചിട്ട് പിന്നെ ഐറ്റങ്ങളുടെയൊക്കെ പേര് മാറ്റി. ഇപ്പോൾ ഒരു മൊബൈൽ ഫോണിൻ്റെ ഒരു മോഡൽ മാറ്റും, ഒരു ടെലിവിഷൻ്റെ ഒരു മോഡൽ മാറ്റും, ഫ്രിഡ്ജിൻ്റെ ഒരു മോഡൽ മാറ്റും. എന്നിട്ട് പറയും ഞങ്ങളുടെ പുതിയ മോഡലാണ്, വില കൂടുതൽ എടുക്കും. ഇതാണ് നേരത്തെ അനുഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വിലക്കുറവ് സാധാരണക്കാർക്ക് കിട്ടണം. കാരണം ഇന്ത്യയിലാകെ 2 ലക്ഷം കോടിയുടെ കുറവ് വരുമെന്നാണ് കണക്ക്. രണ്ടാമത്തെ കാര്യം, ഈ കുറവ് വരുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് വലിയ സാമ്പത്തിക കുറവ് വരും. സംസ്ഥാനങ്ങളുടെ ആകെ പ്രവർത്തന ഫണ്ടിൻ്റെ 40% വരുന്ന ജി എസ് ടി എന്നാണ്. കേരളത്തിന് 8,000 മുതൽ 10,000 കോടി വരെ ഒരു വർഷം കുറവ് വരുമെന്നാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രാഥമിക പഠനത്തിൽ പറയുന്നത്. അങ്ങനെ ആ വരുന്ന കുറവ് വരുമ്പം യഥാർത്ഥത്തിൽ നമ്മുടെ സാധാരണക്കാരുടെ ചികിത്സ, ശമ്പളം, പിന്നെ അടിസ്ഥാന സൗകര്യ വികസനം, ക്ഷേമ പെൻഷൻ, ആശുപത്രിയിൽ മരുന്ന്, സ്കൂൾ, ഇതൊക്കെ നടത്തണമെങ്കിൽ പണം വേണ്ടേ? അതിനുള്ള പണം കുറഞ്ഞു കഴിഞ്ഞാൽ നാളെ വലിയ തോതിൽ ബാധിക്കും. സർക്കാരിന് വരുമാനം ഇല്ലെങ്കിൽ താഴെയുള്ളവർക്ക് പണം കിട്ടത്തില്ല. പണം കിട്ടിയില്ലേ നിങ്ങൾക്ക് 100 രൂപയ്ക്ക് വരെ 95 രൂപയ്ക്ക് സാധനം മേടിക്കാൻ പറ്റുമോ? 1 രൂപയും കിട്ടുന്നില്ലെങ്കിൽ. അപ്പോൾ അത് ഉറപ്പാക്കാൻ വേണ്ടി സംസ്ഥാനങ്ങളുടെ കോമ്പൻസേഷൻ, അവർക്കൊരു ഇതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള സംവിധാനം വേണമെന്ന് ആവശ്യപ്പെട്ടു. അതും ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരു ഹോംവർക്കും നടത്താതെയാണ് ഇവർ നടത്തിയത്. സാധാരണ ജി എസ് ടി പരിഷ്കാരം നടത്തുമ്പോൾ 400 ഐറ്റങ്ങളെന്ന് പറഞ്ഞാൽ ഇത് മൊത്തം പഠിച്ച് ഇതിൻ്റെ നഷ്ടവും ലാഭവും പിന്നെ വിവിധ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വലിയ സെക്രട്ടേറിയറ്റ് ഉണ്ട് ഗവൺമെൻറ്റിൽ, സെൻട്രൽ സെക്രട്ടേറിയറ്റ്. അതൊന്നും പഠിക്കാതെ ഒരു ദിവസം രാഷ്ട്രീയ പ്രചരണം പോലെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. നോട്ട് നിരോധനം പ്രഖ്യാപിച്ചതുപോലെ പെട്ടെന്ന് പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ആശങ്കകൾ നിലനിൽക്കുന്നു. അതെങ്ങനെ വരുന്നു എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. എന്തായാലും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്നതിന് പകരം അവർക്കൊരു കോമ്പൻസേഷൻ കൊടുക്കാനുള്ള സംവിധാനം വേണം. ജനങ്ങൾക്ക് വിലക്കുറവ് കിട്ടുന്നത് നേരിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമം വേണം. കാരണം ഇത് ഇടത്തട്ടുകാരടിക്കുകയും കമ്പനികൾ ലാഭം ഉണ്ടാക്കുകയും ചെയ്യും. ഇതിനെതിരായിട്ടുള്ള വലിയ വികാരമുണ്ട്, ആശങ്കയുണ്ട്. അതാണ് ഇതിൻ്റെ ഭാഗമായിട്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ശക്തമായ ഈ വിലക്കുറവ് കിട്ടുന്ന കാര്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കും. സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാരുടെ, ജി എസ് ടി ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമൊക്കെ ഈ ആഴ്ച തന്നെ വിളിച്ചിട്ടുണ്ട് നടപ്പിലാക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പരാതി കമ്മീഷനിൽ ഉന്നയിച്ചപ്പോൾ അവരുടെ മറുപടി എന്താ? ഇത് ചർച്ച ചെയ്യാനോ വേണ്ടത്ര പരിഗണിക്കാനോ തയ്യാറായില്ല. 8 സംസ്ഥാനങ്ങൾ പ്രത്യേക യോഗം ചേർന്ന് തന്നെ വിശദമായ രേഖകൾ കൊടുത്തു. അത് ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കരുതുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകൾ വല്ലാതെ തകർച്ച നേരിടും സാമ്പത്തികമായി. അതിന് പ്രത്യേകമായി ചർച്ച ചെയ്യും കേന്ദ്രമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്.